അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ VM സുധീരനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് യാതൊരു രാഷ്ട്രീയ ബോധ്യവുമില്ലാതെ, നിങ്ങളുടേതായ രാഷ്ട്രീയ ബോധ്യമില്ലാതെയാണോ റഹീമിനെ പോലുള്ളവർ ഒരു വർഷം മുമ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചത്? ഒരു വർഷം മുമ്പ് VM സുധീരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു വർഷം മുമ്പ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ബോധ്യമില്ലാതെയാണോ? മാത്രമല്ല, പൂർത്തിയാക്കട്ടെ, ഇടപെടലേ. താങ്കൾ കൂടി പറഞ്ഞ അഴിമതി ഉണ്ടെന്ന് CAG റിപ്പോർട്ട് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ താങ്കൾക്ക് അഴിമതി ആരോപണം ഉള്ള കേസിൽ എന്തുകൊണ്ടാണ് എൻക്വയറി കമ്മീഷന് മുമ്പിൽ റഹീം പോയി മൊഴി കൊടുക്കാതിരുന്നത്? മറുപടി പറയും റഹീമെ. എന്റെ കൺട്രോൾ പോകുന്നതിനെ കുറിച്ച് പറയണ്ട. അങ്ങനെ കൺട്രോൾ പോയി ഇന്ന് കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് AM ഷംസീർ. അദ്ദേഹത്തോട് ചോദിക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന്. ശരി ശരി, നമുക്ക് അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ അദാനിൽ നേടാൻ പോകുന്ന വലിയ ലാഭത്തെക്കുറിച്ച് 30 വർഷം 40 വർഷമാകുമ്പോൾ 29,000 കോടിയിലധികം രൂപ അധികമായി ലാഭമുണ്ടാക്കുന്നുവെന്നും അത് 60 വർഷമാകുമ്പോൾ 61,000 കോടിയിലേക്ക് ലാഭവിഹിതം വർദ്ധിപ്പിക്കുന്നുവെന്നുമാണ് CAG റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ റഹീമെ നോക്കൂ, ആ കരാർ തന്നെ അതേപടിയാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത്. ആ നടപ്പിലാക്കുമ്പോൾ ആ ആദ്യത്തെ കരാർ ഉണ്ടാക്കിയ അതേ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഈ കരാർ നടപ്പിലാക്കുന്ന സർക്കാരിനുമുണ്ട്. പറയാം, തീർച്ചയായിട്ടും. 2015 ഈ സമരം ചെയ്ത ഇത് ഉന്നയിച്ച ഞങ്ങളോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് സഖാവ് പിണറായി മുഖ്യമന്ത്രിയല്ല, 2015 ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അതിൻ്റെ വെർബാറ്റാണ് വായിക്കുന്നത്. 2015 ഞങ്ങൾ വികസന വിരോധികളല്ല. വിഴിഞ്ഞം പോർട്ട് അദാനിയിൽ നിന്ന് തിരികെ പിടിക്കാൻ LDF സർക്കാർ ശ്രമിച്ചാൽ LDF സർക്കാർ ശ്രമിക്കില്ല. 2015 പറഞ്ഞാണ്, ഇപ്പോഴല്ല, 2015 LDF ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമി പോലും ഇവർക്ക് കൈമാറിക്കൊണ്ടാണ് ചെയ്തത്. അവർക്ക് അദാനി കിട്ടുന്ന വിധമാണ് ചെയ്തത്. ഞങ്ങളുടെ നിലപാട് ഭരണത്തിൽ വന്നതിന് ശേഷം മാറിയതല്ല. 2015 തന്നെ ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അത് പറയുന്നുണ്ട്. അന്നത് പറയുമ്പോൾ സഖാവ് കൊടിയേരി ചാരത്തുണ്ട്. ഞങ്ങളത് പറഞ്ഞെന്താ, ഞങ്ങളുടെ നിലപാടെന്താ, പാർട്ടിയുടെ നിലപാട്? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും സപ്പോസ് ഒരു ഗവൺമെൻറ് തുടർച്ചയാണ്, ഞങ്ങൾ വന്നിട്ട് അദാനിയിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വിചാരിക്കുക. 2016 പോയി കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധങ്ങളിലേക്ക് പോകും. ഒരിക്കലും അവസാനിക്കാത്ത നിയമയുദ്ധങ്ങൾക്കിടയിൽ ഈ വികസന പ്രക്രിയ ഇല്ലാതായി പോകും. അതുകൊണ്ടൊരു ഗവൺമെൻറ് ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് തുടരേണ്ടി വരുന്നുണ്ട്, കേരളത്തിൻ്റെ ദീർഘകാല താല്പര്യം മാനിച്ചുകൊണ്ട്. അത് 16 വന്നതിന് ശേഷമല്ല, 15 ഞങ്ങൾ പറഞ്ഞു. അല്ല, ആ തെറ്റ് ഗവൺമെന്റ് തുടരുന്നത് വിഴിഞ്ഞത്ത് എന്ത് നടന്നാലും വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം.